നമസ്കാരം. ഏതൻ ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. കേവലം ഒരാഴ്ച കൊണ്ട് ലോക എന്ന ചിത്രം 100 കോടി ക്ലബിൽ കയറിയിരിക്കുന്നു. ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കും അഭിനേതാക്കൾക്കും അഭിനന്ദനങ്ങൾ. മാത്രമല്ല ഹൃദയപൂർവം എന്ന ചിത്രം ഇതിനോടകം തന്നെ 40 കോടിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നിവിൻ പോളിയുടെ പുതിയ സിനിമയുടെ അപ്ഡേറ്റ് വന്നിരിക്കുന്നു. ഈ 3 വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. മാന്യ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ചാനൽ ഇതുവരെ സബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ദയവായി സബ് ചെയ്യുക. മുന്നോട്ട് പോകാൻ നിങ്ങളുടെ സബ് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർ ദയവായി സബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. സബ് ചെയ്യാത്തവരോട് ദയവായി സബ് ചെയ്യണമെന്ന് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമയുടെ കേരളത്തിലെ കളക്ഷനെ കുറിച്ചാണ്. 6 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം 30 കോടിയോളം രൂപയാണ് ഈ ചിത്രം സ്വന്തമാക്കിയത്. തമിഴ്നാട്, ആന്ധ്ര, കർണാടക, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ, ഇവിടുത്തെ കണക്ക് എല്ലാം കൂടി കൂട്ടുമ്പോൾ ലോക എന്ന ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ഏതാണ്ട് 37 കോടി രൂപയാണ് ഇതിനോടകം സ്വന്തമാക്കിയിരിക്കുന്നത്. വിദേശങ്ങളിലും ഈ ചിത്രം സുനാമി പോലെയാണ് അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത്. UAE GCC മേഖലകളിൽ മാത്രം ഈ ചിത്രം ഇതിനോടകം $4.5 മില്യൺ നേടിയിട്ടുണ്ട്. നോർത്ത് അമേരിക്ക, UK, അയർലൻഡ്, ഓസ്ട്രേലിയ എന്നീ വിദേശ രാജ്യങ്ങളിൽ നിന്നെല്ലാം കൂടി കണക്കാക്കുമ്പോൾ, ഇന്ത്യൻ കറൻസിയിൽ കണക്കാക്കുമ്പോൾ ഏതാണ്ട് ഇതിനോടകം ലോക എന്ന ചിത്രം വേൾഡ് വൈഡായി 100 കോടി കവിഞ്ഞിരിക്കുന്നു. ഡൊമസ്റ്റിക്കും ഓവർസീസും എല്ലാം കൂടി ചേർന്ന് കേവലം 7 ദിനങ്ങൾ കൊണ്ട് ലോക എന്ന ചിത്രം 100 കോടി ക്ലബിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. മലയാള സിനിമയിൽ ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബിൽ കയറിയ ചിത്രങ്ങളിൽ ലോകയുടെ സ്ഥാനം നിലവിൽ 3ാമതാണ്. 2 ദിവസം കൊണ്ട് 100 കോടി ക്ലബിൽ കയറിയ എമ്പുരാനും 6 ദിവസം കൊണ്ട് 100 കോടി ക്ലബിൽ കയറിയ തുടരുമാണ് ലോകയ്ക്ക് തൊട്ടു മുന്നിലുള്ള 2 റെക്കോർഡുകൾ. ഇതിനിടയിൽ മറ്റൊരു വാർത്ത കൂടി വരുന്നു. ഹൃദയപൂർവം എന്ന മോഹൻലാൽ സത്യനന്ദിക്കാട് ചിത്രം ഇതിനോട് 6 ദിവസങ്ങൾ കൊണ്ട് ഏതാണ്ട് 40 കോടി രൂപ വേൾഡ് വൈഡ് കളക്ഷനായി ലഭിച്ചിരിക്കുന്നു. ഓണം അവധി തുടങ്ങിക്കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ കളക്ഷൻ വളരെയധികം ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ 50 കോടി കടന്ന് 60ലേക്ക് വരെ എത്താനുള്ള സാധ്യതകളും നിലവിൽ കാണുന്നുണ്ട്. ഇതിനിടയിൽ മറ്റൊരു വാർത്ത കൂടി വരുന്നു. നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത് V. ഉണ്ണികൃഷ്ണൻ എന്ന ഡയറക്ടറാണ്. ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് നിവിൻ പോളി ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത്. ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സെപ്റ്റംബർ 2ാം വാരം ആരംഭിക്കുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ആയതുകൊണ്ട് തന്നെ ഫാൻസുകാരുൾപ്പെടെ എല്ലാവരും വളരെ ആവേശത്തിലാണ്. അതിനിടെ വേറെ വാർത്ത കൂടി വരുന്നു. പ്രണവ് മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ചിത്രം ഒക്ടോബറിൽ റിലീസ് ഉണ്ടാകുമെന്ന് അറിയാൻ സാധിക്കുന്നു. ഇതിന്റെ ഷൂട്ടിംഗ് ഏതാണ്ട് 70% പൂർത്തിയായെന്നും ഒരു പക്ഷേ ഒക്ടോബറിൽ റിലീസ് ഉണ്ടായേക്കാമെന്നാണ് ഇപ്പോൾ വരുന്ന റൂമറുകൾ. നിലവിലെ മലയാള സിനിമയിലെ വിശേഷങ്ങൾ പറഞ്ഞാൽ ലോക 100 കോടി ക്ലബിൽ പ്രവേശിച്ചിരിക്കുന്നു. ഹൃദയപൂർവം എന്ന ചിത്രം 40 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. പോളി V. ഉണ്ണികൃഷ്ണൻ ടീമിന്റെ പൊളിറ്റിക്കൽ ത്രില്ലർ വരുന്നു. പ്രണവ് മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ചിത്രം ഒക്ടോബറിൽ വന്നേക്കാം എന്നും അറിയുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങളെ ഏറ്റവും ആകർഷിച്ച ഘടകം എന്താണ്? കമന്റ് ചെയ്യൂ. ഒരിക്കൽ കൂടി വിനീതമായി അപേക്ഷിക്കുന്നു. ചാനൽ സബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മുന്നോട്ട് പോകാൻ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ. നമ്മളെപ്പോലെയുള്ള സാധാരണ യൂട്യൂബർമാരെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അത് മറക്കാതിരിക്കുക. ഒരിക്കൽ കൂടി സബ് ചെയ്യണമെന്ന റിക്വസ്റ്റോടെ ഇന്നത്തെ വീഡിയോ തൽക്കാലത്തേക്ക് നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.